ഹലോ, ഇന്ന് ഫിസിയോതെറാപ്പിക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ 2-3 പ്രാവശ്യമായിട്ട് ചെയ്യുന്നുണ്ട്. അറിയാമല്ലോ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സൈഡ് മൂവ് ചെയ്യാൻ പറ്റില്ല, കൈ ഭയങ്കര വേദനയാണ്. 2-3 പ്രാവശ്യം വന്ന് വളരെ ഹെൽപ്ഫുള്ളായി എനിക്ക്. അപ്പോൾ സിൽവിയാണ് എനിക്ക് ഫിസിയോ ചെയ്യുന്നത്. ഇന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിൽവിയെ കൊണ്ട് തന്നെ എക്സസൈസ് കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ. ആദ്യത്തെ എക്സസൈസിന് നമുക്കിങ്ങനെ ഒരു ബോൾസ്റ്ററിൻ്റെ ആവശ്യമുണ്ട്. ബോൾസ്റ്റർ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് 2-3 പില്ലോ ഒരുമിച്ച് അടുക്കിയിട്ട് ചെയ്താലും മതി. അതുപോലെ ആദ്യത്തെ എക്സസൈസിന് മാത്രമേ നമ്മൾ ബോൾസ്റ്റർ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കാല് മടക്കി വെച്ച് കൈ നമ്മുടെ തലയ്ക്ക് പിന്നിലായിട്ട് വെച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നമ്മൾ ബാക്കിലോട്ട് മാക്സിമം പോവുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തിരിച്ചു. ഇതാണ് നമ്മളിന്ന് ആദ്യത്തെ എക്സസൈസിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്ന എക്സസൈസുകളെല്ലാം ഓരോന്നും 10 പ്രാവശ്യം ആവർത്തിക്കാനാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു വന്ന ആദ്യത്തെ ദിവസങ്ങളിലേക്ക് ഫസ്റ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കിതിങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമുക്കിങ്ങനെ മലർന്ന് കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ ഫ്രണ്ടിൽ ക്രോസ് ചെയ്തിട്ട് ചെയ്താലും മതി. ചെയ്യുന്ന എല്ലാ എക്സസൈസും ഓരോരുത്തരും അവനവൻ്റെ ശരീരം മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ചിലത് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പിന്നിലേക്ക് പോയി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നിലോട്ട് വരിക. 10 തവണ ആവർത്തിക്കുക. ഓപ്പറേഷൻ കഴിഞ്ഞു വരുന്ന സമയത്ത് ഇത് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഭയങ്കര സുഖമായിരിക്കും കേട്ടോ. കാരണം നമ്മളിങ്ങനെ മലർന്ന് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയമാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ ഈ ബാക്കിനൊക്കെ നല്ല സുഖമായിരിക്കും. ഒരല്പം ഡിഫിക്കൽട്ട് ആദ്യം തോന്നും, പക്ഷെ പതിയെ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇത് 10 തവണ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് പോസ്റ്റർ മാറ്റാം. അടുത്ത എക്സസൈസും നമ്മൾ കാലുകൊണ്ട് മടക്കി തന്നെ വെക്കുന്നു. എന്നിട്ട് കൈകൾ രണ്ടും ഷോൾഡർ ലെവലിൽ മുകളിലേക്ക് ഉയർത്തിയിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഷോൾഡർ മാത്രമാണ് മൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഷോൾഡർ മാത്രമായിട്ട് മുന്നിലേക്കായിരുന്നു മാക്സിമം തിരിച്ച് പഴയ സ്ഥാനത്ത് കൊണ്ടുവരുന്നു. ഇതാണ് നമ്മളിപ്പോൾ 10 തവണ ചെയ്യാൻ പോകുന്നത്. ആദ്യമൊക്കെ എനിക്കിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കൈ ഉയർത്തിയിരിക്കുമ്പോഴത്തേക്ക് കൈ ഷെയ്ക്ക് ചെയ്യാറുണ്ട്. ഈ ഇടത് കൈ പ്രത്യേകിച്ച് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കൈ രണ്ടിങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ടാണ് മുകളിലേക്ക് ഉയർത്തിയിരുന്നത് ഷോൾഡർ. ഞാനിപ്പോൾ പറയാൻ കാരണം, അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ചെറിയ ചെറിയ വേദനകൾ വരുമ്പോഴത്തേക്ക് ഇട്ടിട്ട് പോകരുത്. നമുക്ക് വീണ്ടും ശക്തമായിട്ട് നമ്മുടെ കൈകളാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സസൈസ് ചെയ്തേ പറ്റും. ഓക്കെ, ഇത് 10 തവണ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത എക്സസൈസ് നമ്മൾ കൈകൾ ഇതേ പൊസിഷനിൽ തന്നെ വയ്ക്കുന്നു. എന്നിട്ട് കൈകൾ തലയ്ക്ക് പിന്നിലേക്ക് കൊണ്ടുവരുന്നു. തലയ്ക്ക് പിന്നിലോട്ട് കൊണ്ടുപോയി ടച്ച് ചെയ്യണമെന്നാണ്, പക്ഷെ നിങ്ങൾക്കിപ്പോൾ കാണാം എനിക്കത് ടച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ മാക്സിമം ഇത്രയേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഓരോരുത്തരും അവരവർക്ക് ചിലർക്ക് ഇത്രയേ പറ്റൂ, അത്രയും മതി. നമുക്ക് പതിയെ പതിയെ റെഡിയാക്കാം. ഓക്കെ, തിരിച്ച് കൈകൾ താഴേക്ക് കൊണ്ടുവരുന്നു. ഇത് 10 തവണ ആവർത്തിക്കാം. കൈകൾ മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് കൈ താഴോട്ട് വരുമ്പോഴത്തേക്ക് ശ്വാസം പുറത്തേക്ക് വിടുക. അപ്പോൾ നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മുടെ ബ്രീത്തിങ് കൂടെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എക്സസൈസുകൾ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെയ്ത് തുടങ്ങാം എന്നാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരും അവനവൻ്റെ ശരീരം മനസ്സിലാക്കി ചെയ്യാൻ പറ്റും, സാധിക്കും എന്നുള്ള സമയം തുടങ്ങുക കേട്ടോ. അടുത്ത എക്സസൈസിന്
നമ്മൾ കൈ തലയ്ക്ക് ബാക്കിൽ കൊണ്ടുവന്ന് നമ്മുടെ കൈമുട്ടുകൾ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇങ്ങനെ കൈ തലയുടെ ബാക്കിൽ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലയുടെ സൈഡായിട്ട് കൈ വെച്ചിട്ട് മാക്സിമം മുട്ട് അടുപ്പിക്കാൻ ശ്രമിക്കാം. ഇതിൽ കൈ വിടർത്തുന്ന സമയത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മുട്ട് അടുപ്പിക്കുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, എൻ്റെ ഇടത് കൈ എനിക്ക് തിരിച്ച് താഴോട്ടോട്ട് ടച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ എയറിൽ നിൽക്കുകയാണ്. നമുക്ക് പതിയെ പതിയെ റെഡിയാക്കി കൊണ്ടുവരാം അല്ലേ. ഇനി അടുത്ത എക്സസൈസിൽ ഞാൻ ഒന്നുകൂടെ ചെയ്യും. കാരണം നമ്മൾ നേരത്തെ കൈ ഷോൾഡർ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ചെയ്തുള്ളൂ. ഇപ്പോൾ ഷോൾഡറിന് ഇങ്ങനെ ഒരു വലിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത എക്സസൈസ് ഞാൻ കൂടുതൽ ഷോൾഡർ മുകളിലേക്കും താഴേക്കും ചെയ്യും. നമ്മുടെ ഷോൾഡർ നമ്മുടെ കൈകളും ഒക്കെ എല്ലായിടത്തേക്കും നമുക്ക് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് കൊടുക്കുക അല്ലേ. എല്ലാ മസിൽസിനും നല്ലൊരു സ്ട്രെച്ച് കിട്ടും. ഇത് നമുക്ക് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. ബെഡിൽ കിടന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ എക്സസൈസുകൾ നമുക്ക് 2 or 3 തവണ ചെയ്യാം. കാരണം ഇത് നമ്മുടെ ഷോൾഡറിനും കൈകൾക്കും മാത്രമുള്ള വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രെച്ചിങ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇത് ചെയ്യാം. ഓക്കെ, അടുത്ത എക്സസൈസിന് നമുക്ക് കയ്യിൽ ഇങ്ങനെ 1 കിലോയുടെ ഒരു ഡമ്പൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഡമ്പൽ തന്നെ വേണമെന്നില്ല, നമുക്ക് 1 ലിറ്ററിലെ വെള്ളവും ബോട്ടിലും ഇല്ലേ അത് മതിയാവും. അല്ലെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നമ്മൾ എന്തെങ്കിലും 1 കിലോയുടെ സാധനങ്ങൾ വാങ്ങില്ലേ, പയറോ കടലയോ ഒക്കെ വാങ്ങുന്ന ആ ഒരു ചെറിയ കവർ നമ്മൾ കംഫർട്ടായിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു ലെവലിലായിരിക്കണം, അത്രയേ ഉള്ളൂ. ഒരു ചെറിയ വെയിറ്റ് നമ്മുടെ കയ്യിൽ വേണം. നമുക്ക് ഒരുപാട് വലിയ വെയിറ്റ് ഒന്നും ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ വെയിറ്റ് കയ്യിലെടുക്കുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് കൈകൾ മുകളിലേക്ക് ഉയർത്തി മുട്ട് മടക്കി തലയുടെ പിന്നിലായിട്ട് കൊണ്ടുവരും. വീണ്ടും കൈകൾ മുകളിലേക്ക് ഉയർത്തി കൈ താഴേക്ക്. ഇതാണ് നമ്മൾ 10 തവണ ആവർത്തിക്കാൻ പോകുന്നത്. ഈ തലയുടെ പിന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ സൂക്ഷിക്കുക, കാരണം ഈ സമയത്ത് നമ്മുടെ കൈകൾക്ക് അധികം ബലമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ തലയുടെ പിന്നിലേക്ക് കൊണ്ടുപോകാൻ. ഓരോ എക്സസൈസും ചെയ്ത് കഴിഞ്ഞിട്ട് വേദന തോന്നുന്നു, ക്ഷീണം തോന്നുന്നു എന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് നിർത്തിയിട്ട് റെസ്റ്റ് എടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോരുത്തരും അവനവൻ്റെ ശരീരം നോക്കി വേണം ചെയ്യാൻ. അപ്പോൾ ഓരോന്നിനും ഓരോ എക്സസൈസും ചെയ്ത് കഴിഞ്ഞ് ക്ഷീണം തോന്നുമ്പോഴത്തേക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത എക്സസൈസ് ചെയ്താൽ മതി. നമുക്ക് പതിയെ പതിയെ ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് വേദനയാണ് എന്ന് പറഞ്ഞിട്ട് നിർത്തി വെച്ചിട്ട് പോയേക്കരുത്. നമ്മളൊക്കെ ക്യാൻസർ ഫൈറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. ക്യാൻസർ ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈറ്റേഴ്സാണ്. അപ്പോൾ ചെറിയ ചെറിയ വേദനകളൊന്നും നമ്മളെ ഇനി തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മൾ അത്രയ്ക്ക് വലിയ വേദനകൾ ചവിട്ടിക്കയറി വന്നവരാണ് നമ്മൾ.
ഓക്കെ, ഇത് 10 തവണ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത ഒരു എക്സസൈസ് നമുക്ക് നിന്നുകൊണ്ട് ചെയ്യാനുണ്ട്. അടുത്ത എക്സസൈസ് നമുക്കൊരു മതിലിൻ്റെ സഹായത്തോടെ ചെയ്യാം. പിന്നെ ബോൾസ്റ്റർ വെക്കണമെന്നൊന്നുമില്ല, നമുക്ക് ആദ്യം കൈ കൊണ്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് കൈക്ക് കുറച്ച് ബലം കിട്ടിയതിന് ശേഷം ബോൾസ്റ്റർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഷോൾഡർ ലെവലിൽ കൈ വെച്ചിട്ട് കൈ കൊണ്ട് പതിയെ മതിലിലോട്ട് ക്ലൈംബ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ശ്രമിക്കുക കേട്ടോ, എത്രയാണോ നമുക്ക് പറ്റുന്നത് അത്രയും ശ്രമിക്കുക. ചിലർക്ക് ഇത്രയേ ആദ്യമൊക്കെ പൊങ്ങുള്ളൂ, ഒരു കുഴപ്പമില്ല. പതിയെ പതിയെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് 10 തവണ ആവർത്തിക്കാം. ബോൾസ്റ്ററിൽ കുറച്ചുകൂടെ വെയിറ്റ് ഉള്ളതല്ലേ, അപ്പോൾ കുറേ കൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ നമുക്ക് പിന്നീട് ചെയ്യണം കേട്ടോ. ആദ്യം ഇങ്ങനെ കൈകൾ കൊണ്ട് ക്ലൈംബ് ചെയ്ത് കൈ കുറച്ചൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ബോൾസ്റ്റർ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ കൈയുടെ ഈ സൈഡ് ഒരു കഴപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ് കേട്ടോ. അപ്പോൾ അതേ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള എക്സസൈസാണിത്. ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പെട്ടെന്ന് നമ്മുടെ വേദനയൊക്കെ നമുക്ക് മാറ്റി പഴയ ഉഷാറോടെ നമുക്ക് തിരിച്ചു വരാം. ഓക്കെ.